നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അമ്മ അടുത്തുണ്ടെങ്കിലും എന്തോ ഒരു വലിയ ദൂരം അനുഭവപ്പെടുന്നുണ്ടെന്ന്? ആ വേദന പറയാൻ വാക്കുകൾ കിട്ടാതെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കേണ്ടി വരാറുണ്ടോ? നിങ്ങൾ മോശക്കാരനോ മോശക്കാരിയോ അല്ല. ഇത് നിങ്ങളിലെ കുഴപ്പമല്ല. സൈക്കോളജി ഇതിനെ വളരെ വ്യത്യസ്തമായാണ് കാണുന്നത്. ഈ അനുഭവത്തിനൊരു പേരുണ്ട്, ഒരു കാരണമുണ്ട്, അതിനെ മാറ്റാൻ ഒരു വഴിയുമുണ്ട്. 1. മറ്റേണൽ അറ്റാച്ച്മെന്റ് വൂണ്ട്, അമ്മയുമായുള്ള വൈകാരികാകലം. സൈക്കോളജിയിൽ ഇതിനെ മെറ്റാൽ അറ്റാച്ച്മെന്റ് വൂണ്ട് എന്ന് വിളിക്കുന്നു. ജീവിതത്തിൽ ആദ്യം കിട്ടേണ്ട സ്നേഹം, സുരക്ഷിതത്വം, ചേർത്തുവയ്ക്കൽ ഇവ ലഭിക്കാതെ പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആഴമേറിയ മുറിവാണിത്. ഈ മുറിവൊരിക്കലും ഒച്ചയോടെ കരയില്ല. പകരം ഒരു വലിയ ശൂന്യതയായും ഒരു കനമായും അതുള്ളിൽ തന്നെ കിടക്കും. 2. ഇമോഷണൽ പാരന്റിഫിക്കേഷൻ, കുട്ടി ചുമക്കുന്ന ഭാരം. പലരും തിരിച്ചറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അമ്മയുമായി കൃത്യമായ വൈകാരിക ബന്ധം ലഭിക്കാത്ത കുട്ടികൾ പിന്നീട് സ്വയം അമ്മയ്ക്കൊരു സപ്പോർട്ടായി മാറാൻ ശ്രമിക്കും. അവരുടെ വേദനകൾ കേൾക്കും, അവരെ കെയർ ചെയ്യും. ഇതിനെ ഇമോഷണൽ പാരന്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഒരു കുട്ടി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മുതിർന്നവരുടെ വൈകാരിക ഭാരം ചുമക്കുന്നു. ഇത് നിങ്ങളെ ദുർബലരാക്കുന്നില്ല, മറിച്ച് നിങ്ങൾ അത്രത്തോളം സഹിച്ചതിൻ്റെ തെളിവാണ്. 3. ഹൈപ്പർ വിജിലൻസ്, അപകടം മണക്കാനുള്ള കഴിവ്. ഈ അടുത്ത പോയിന്റ് നിങ്ങളെ അമ്പരപ്പിച്ചേക്കാം. അമ്മയുമായുള്ള ഈ ദൂരം നിങ്ങൾക്കൊരു പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട്. ഇതിനെ ഹൈപ്പർ വിജിലൻസ് എന്ന് വിളിക്കുന്നു. മറ്റുള്ളവരുടെ മൂഡ്, എനർജി, ചുറ്റുമുള്ള ചെറിയ മാറ്റങ്ങൾ ഇതൊക്കെ ആരും കാണുന്നതിന് മുൻപേ നിങ്ങൾ കാണും. ഈ ട്രോമയിൽ നിന്നുണ്ടായ ഒരു അതിജീവന കഴിവാണിത്. നിങ്ങൾ ഇത്ര സെൻസിറ്റീവ് ആകാൻ കാരണം നിങ്ങൾ അത്രത്തോളം ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചതുകൊണ്ടാണ്. 4. റീപാരന്റിംഗ്, സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ഇനിയൊരു പ്രധാന ചോദ്യം, ഈ മുറിവ് ഹീലാകുമോ? സൈക്കോളജി പറയുന്നു, തീർച്ചയായും ആകും. ഇതിനുള്ള വഴിയെ റീപാരന്റിംഗ് എന്ന് വിളിക്കുന്നു. അതായത് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ആ സ്നേഹം, ആ സുരക്ഷിതത്വം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നൽകുക. സ്വന്തം വികാരങ്ങളെ വിലയിരുത്താതെ സ്വന്തം ആവശ്യങ്ങളെ അംഗീകരിക്കുക. ഇത് സ്വാർത്ഥതയല്ല, ഹീലിംഗിൻ്റെ ആദ്യപടിയാണ്. 5. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, വേദനയിൽ നിന്നുള്ള കരുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേദന സഹിച്ചവർ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള മനുഷ്യരാണ്. സൈക്കോളജി ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. അതായത് ട്രോമ നിങ്ങളെ തകർക്കുന്നില്ല, നിങ്ങളെ പുതിയൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. ആ മുറിവ്, ആ ഒറ്റപ്പെടൽ, ഇതൊക്കെ നിങ്ങൾക്ക് വലിയ കരുത്തും സഹാനുഭൂതിയും നൽകിയിട്ടുണ്ട്. ഇത് നിന്റെ ബലഹീനതയല്ല, നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾ മാത്രമല്ല. ഈ വേദന റിയലാണ്, നിങ്ങൾ കടന്നുപോകുന്ന ഈ യാത്ര റിയലാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ശക്തമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് കൂടുതൽ സത്യങ്ങൾ നമുക്കിനിയും സംസാരിക്കാം.